നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സഞ്ജന. ഞാനൊരു ഡെർമറ്റോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്കിൻ ഹെൽത്തിനെ പറ്റിയാണ്. ജൂലൈ 8 ലോകമെമ്പാടും വേൾഡ് സ്കിൻ ഹെൽത്ത് ഡേയായി ആചരിക്കുന്നു. ഈ വർഷത്തെ സ്കിൻ ഹെൽത്ത് ഡേയുടെ സ്ലോഗൻ സ്കിൻ ഹെൽത്ത് ഫോർ ഓൾ എന്നായിരുന്നു. സ്കിൻ ഹെൽത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ? നല്ലൊരു ത്വക്ക് ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഒന്നാമതായി, നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം. ഒരു ശരാശരി വ്യക്തി അവരുടെ ഡെയിലി എനർജി റിക്വയർമെൻറ്റിൽ ഏകദേശം 40-50% കാർബോഹൈഡ്രേറ്റ്സ്, 30% പ്രോട്ടീൻ, 30% ഫാറ്റ്സ് ആൻഡ് ഫൈബേഴ്സ് ഇത്രയുമാണ് ഉൾപ്പെടുത്തേണ്ടത്. ഇതല്ലാതെ എണ്ണ, പഞ്ചസാര, ഉപ്പ് എന്നിവ വളരെ മിതമായ അളവിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഏകദേശം 1 ടീസ്പൂണിൽ താഴെ മാത്രം. ഇനി രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ആ വ്യക്തിയുടെ ഡെയിലി ആക്ടിവിറ്റി. ദിവസം ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഡെയിലി വ്യായാമം അഥവാ പേശിചലനം. ഇതാണ് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ദിവസം ഒരു ശരാശരി വ്യക്തി അരമണിക്കൂറോളം വ്യായാമം ചെയ്യേണ്ടതായിട്ടുണ്ട്. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വ്യക്തിക്ക് വേണ്ടുന്ന വെള്ളം അഥവാ ഹൈഡ്രേഷൻ. ദിവസം ഒരു ശരാശരി വ്യക്തി 8 കപ്പോളം, അതായത് ഏകദേശം 2 ലിറ്ററോളം വെള്ളം കുടിക്കേണ്ടത് അനിവാര്യമാണ്. ഇനി വെള്ളം കുടിക്കുന്നത് മാത്രമല്ല, ശരീരത്തിൽ വെള്ളം നിൽക്കാനായിട്ട് കൂടുതൽ ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വ്യക്തിയുടെ മെൻ്റൽ ഹെൽത്ത്. മാനസിക ആരോഗ്യത്തിന് നമ്മുടെ സ്കിൻ ഹെൽത്തുമായി വളരെ അധികം റിലേഷനുണ്ട്. അപ്പോൾ മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോൾ സ്ട്രെസ് ഒരു വലിയ പങ്ക് വഹിക്കുന്നു സ്കിൻ പ്രോബ്ലംസിൽ. ആക്നി, ഹെയർ ഫോൾ ആൻഡ് അതർ സ്കിൻ പ്രോബ്ലംസ്, സോറിയാസിസ് പോലത്തെ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ സ്ട്രെസ് കൂടുമ്പോഴത്തേക്കും കൂടുതൽ ഫ്ലെയർ വരാൻ സാധ്യതയുമുണ്ട്. അതിനാൽ നമ്മൾ മെൻ്റൽ ഹെൽത്തിന് പ്രധാനപ്പെട്ട റോള് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സ്ട്രെസ് കൂടുമ്പോൾ കോർട്ടിസോൾ ലെവൽസ് കൂടുന്നു. കോർട്ടിസോൾ ലെവൽ കൂടുമ്പോൾ പലതരം ഇമ്മ്യൂൺ പ്രോബ്ലംസും ഉണ്ടാവാൻ സാധ്യത കൂട്ടുന്നു. ഇനി അടുത്തതായിട്ട് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് ക്ലെൻസിങ്. എങ്ങനെ നമ്മുടെ സ്കിൻ ക്ലീൻ ചെയ്യാം? പല സ്കിൻ ടൈപ്പ് അനുസരിച്ച് പലതരം ക്ലീനിങ് ഏജൻറ്റ്സ് ആയിരിക്കാം വേണ്ടി വരുന്നത്. ഒരു ആവറേജ് വ്യക്തിക്ക് ഒരു pH ബാലൻസ്ഡ് ആയിട്ടുള്ള സ്കിൻ ക്ലെൻസർ അല്ലെങ്കിൽ സോപ്പ് തന്നെ മതിയാകും. പക്ഷേ ഓരോ സ്കിൻ പ്രോബ്ലംസ് ഉള്ളതനുസരിച്ച് നമ്മൾ ആ വ്യക്തിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലെൻസിങ് അല്ലെങ്കിൽ ഫേസ് വാഷിംഗ് ഏജൻറ്റ്സ് മാറിക്കൊണ്ടിരിക്കും. അതൊരു ഡെർമറ്റോളജിസ്റ്റിനെ തന്നെ കണ്ട് അഡ്വൈസ് കിട്ടി അതിനനുസരിച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. സോ ഓയിലി ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടി ഓയിൽ കൺട്രോളിങ് ഫേസ് വാഷ് ആയിരിക്കും വേണ്ടി വരുന്നത്. സെൻസിറ്റീവ് സ്കിന്നിനാണെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടി തന്നെ ഉണ്ടാക്കുന്ന ക്ലെൻസിങ് ഏജൻറ്റ്സ്. ഇനി അടുത്തത് സൺസ്ക്രീൻസ്. സൺസ്ക്രീൻസിനെ പറ്റി എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു നല്ല സൺസ്ക്രീൻ SPF 30 മേലുണ്ടാവണം. ബ്രോഡ് സ്പെക്ട്രം ആയിരിക്കണം. PA വാല്യൂ 3+ അല്ലെങ്കിൽ 3+ ഓർ എബവ് ആയിരിക്കണം. സൺസ്ക്രീൻ എപ്പോഴാണ് ഇടേണ്ടത്? പുറത്ത് ഇറങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പെങ്കിലും മുഖത്തും വെയിൽ കൊള്ളുന്ന ഭാഗങ്ങളിലും പുരട്ടേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് പുരട്ടേണ്ടത്? മുഖത്തേക്ക് 2 ഫിംഗർ യൂണിറ്റ്സ്, കഴുത്തിലും കൂടി ഒരു എക്സ്ട്രാ ഫിംഗർ യൂണിറ്റ്സ് ആണ് ഐഡിയലി വേണ്ടുന്നത്. കൈകളിലും നമ്മൾ കവർ ചെയ്യാത്ത ഭാഗത്ത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ UV ഇൻഡെക്സ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും 10 മണിക്കും വൈകിട്ട് 3 മണിക്കും ഇടയിൽ സൺസ്ക്രീൻ നിർബന്ധമായി ഉപയോഗിക്കേണ്ടതാണ് പുറത്തിറങ്ങുകയാണെങ്കിൽ. ഐഡിയലി നമ്മളൊരു 8 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ സൺസ്ക്രീൻ ഇടേണ്ടത് എന്നാണ് പറയുന്നത്. ഇനി സൺസ്ക്രീൻ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഇടണം? 3 മണിക്കൂർ കൂടുമ്പോൾ സൺസ്ക്രീൻ അപ്ലൈ അല്ലെങ്കിൽ ഒന്നുകൂടി ഇടാനായിട്ട് പറയുന്നു. അതിനാൽ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള മെക്കാനിസം ഉള്ള കമ്പൈൻഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. 2 വയസ്സിന് മേളിലുള്ളവർക്ക് മിനറൽ സൺസ്ക്രീനും 12 വയസ്സിന് മേളിലുള്ളവർക്ക് കെമിക്കൽ സൺസ്ക്രീൻസും കമ്പൈൻഡ് സൺസ്ക്രീൻസും ഉപയോഗിക്കാം. ഇനി സൺ പ്രൊട്ടക്ഷൻ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നമുക്കറിയാം, സൂര്യകിരണങ്ങളിൽ UV റേസ് ഉണ്ട്. അതിൽ UVAയും UVBയുമാണ് നമ്മളുടെ സ്കിന്നിൽ സർഫസിലെത്തുന്നതും പ്രശ്നമുണ്ടാക്കുന്നത്. UVA ഏജിങ് ഉണ്ടാക്കുകയും UVB സൺബേൺസ് അല്ലെങ്കിൽ സൂര്യാഘാതം ഉണ്ടാക്കുകയും ചെയ്യും. അതിനാലാണ് സൺസ്ക്രീൻസ് ഇടേണ്ടത്. പ്രത്യേകിച്ചും വെയിൽ കാരണം ഉണ്ടാകുന്ന സ്കിൻ പ്രോബ്ലംസ് ഉള്ളവർ സൺസ്ക്രീൻ നിർബന്ധമായി ഇടണം. ഇനി നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത കാര്യത്തിൽ നമ്മൾ
ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനമായിട്ടുള്ള വേറൊരു കാര്യമാണ് നമുക്കൊരു സ്കിൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതെങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. സ്കിൻ പ്രശ്നങ്ങളുള്ളപ്പോൾ നമ്മൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ തന്നെ കണ്ട് ചികിത്സ തേടുക. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഓൺലൈനായിട്ടും അല്ലാതെയും വളരെ അൺസേഫ് ആയിട്ടുള്ള രീതികളിൽ പ്രൊസീജിയേഴ്സും മെഡിക്കേഷൻസും ലഭ്യമാവുന്നതുകൊണ്ട് ആൾക്കാർക്ക് പലതരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് സ്റ്റിറോയിഡ് ഡാമേജ് ഫേഷ്യസ് ആണ്. അതിൽ ടോപ്പിക്കൽ സ്റ്റിറോയിഡുകൾ നമ്മൾ ഡെർമറ്റോളജിസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. എങ്കിലും പലയിടത്തു നിന്നും, പ്രത്യേകിച്ചും മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നാവാം, അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ നിന്ന് സജഷൻസ് കിട്ടിയിട്ടാകാം, പേഷ്യൻസ് അല്ലെങ്കിൽ ആൾക്കാർ, സാധാരണ ജനങ്ങൾ സൗന്ദര്യവർദ്ധനായിട്ട് ഈ പ്രോഡക്ട്സ് മുഖത്തും ദേഹത്തും ഒക്കെ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് വളരെ കൂടുതൽ നാൾ ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിൻ തിന്നിങ്, മുഖത്തുള്ള ചർമ്മത്തിലുള്ള ആക്നിഫോം പോലത്തെ, അതായത് മുഖക്കുരു പോലത്തെ പാടുകൾ വീഴുക, പിന്നെ ധമനികളും സിരകളും വികസിച്ച് കാണുക, പിന്നെ ഇതല്ലാതെ സ്ട്രെച്ച് മാർക്സ് പോലത്തെ പാടുകൾ ദേഹത്ത് വരിക, പിന്നെ സ്കിന്നിൻ്റെ നിറം ഒത്തിരി അങ്ങ് മങ്ങിപ്പോവുക, ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ, പിന്നെ മുഖത്തും അപ്ലൈ ചെയ്യുന്ന സ്ഥലത്തുമുള്ള ചുവപ്പ് കൂടുക, ഇങ്ങനെയുള്ള ഒത്തിരി കോംപ്ലിക്കേഷൻസ് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും പ്രിസ്ക്രിപ്ഷൻ മരുന്നുകൾ, ടോപ്പിക്കൽ സ്റ്റിറോയിഡ് പോലത്തെ പ്രിസ്ക്രിപ്ഷൻ മരുന്നുകൾ സ്വന്തമായിട്ട് അല്ലെങ്കിൽ വേറൊരാൾ സജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കരുത്. അത് എപ്പോഴും ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അഡ്വൈസ് പ്രകാരം തന്നെ ഉപയോഗിക്കണം. അത് ഉപയോഗിക്കേണ്ട രീതിയുണ്ട്. പുരട്ടേണ്ട സ്ഥലങ്ങളിൽ മാത്രമേ പുരട്ടാൻ പാടുള്ളൂ. അത് ഉപയോഗിക്കേണ്ട സമയ പരിധിയുമുണ്ട്. ഏവർക്കും സ്കിൻ ഹെൽത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലായി എന്ന് ധരിക്കുന്നു. ഇതോടുകൂടി എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.